മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ലോകശക്തിയായ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതോടെ ആഗോള ഭൗമരാഷ്ട്രീയം മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയും ഉലയുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം തകർത്തുവെന്ന US പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണികളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ദൃശ്യമാകുന്നത്. ഈ യുദ്ധം വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജ ഭൂപടത്തെയും സാമ്പത്തിക ഭദ്രതയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയതോടെ ആഗോള എണ്ണ വിപണിയിൽ നടുക്കം രേഖപ്പെടുത്തി. ഞായറാഴ്ച ഫ്യൂച്ചേഴ്സ് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നു. US ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം $5 വർദ്ധിച്ച് $72 ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രൈറ്റ് ക്രൂഡ് തുടക്കത്തിൽ 12% ഉയർന്ന് ബാരലിന് $82 എന്ന നിലയിലെത്തി. വെള്ളിയാഴ്ച ഇത് വെറും $73 ആയിരുന്നു. വ്യാപാരം ആരംഭിച്ച ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വില $80 താഴെയായി ക്രമപ്പെട്ടുവെങ്കിലും വിപണിയിലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. വ്യാപാരികൾ ഈ തടസ്സം താൽക്കാലികമാണെന്ന് കരുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിന്റെ വ്യാപ്തിയും സമയപരിധിയും സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഈ സൈനിക നടപടി ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം. ഇത് എണ്ണ ഉൽപാദനത്തെയും വിതരണത്തെയും ദീർഘകാലം ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ എന്നത് ഈ യുദ്ധത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒപെക്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോള എണ്ണ ശേഖരത്തിന്റെ ഏകദേശം 13% ഇറാന്റെ മണ്ണിലാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ ഉൽപാദന വർധനവ് നിർത്തിവെച്ചിരുന്ന പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയും സഖ്യകക്ഷികളും കഴിഞ്ഞ ദിവസം പ്രതിദിനം 2,06,000 ബാരൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യുദ്ധം രൂക്ഷമാകുന്നതോടെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രയാസകരമാകും. ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളോ വിതരണ ശൃംഖലകളോ തകർക്കപ്പെട്ടാൽ ലോകം ഇതുവരെ കാണാത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഭൂപ്രദേശമാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാന്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് ലോകത്തെ പ്രതിദിന ആഗോള എണ്ണ ഉൽപാദനത്തിന്റെ 1/5 കടന്നുപോകുന്നത്. കടലിടുക്കിന്റെ വടക്കൻ ഭാഗം ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മുൻകാല സംഘർഷങ്ങളിലെല്ലാം ഈ സുപ്രധാനമായ ജലപാത അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ ഈ കടുംകൈ ചെയ്താൽ സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയ എണ്ണ സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിക്കാരായ ഖത്തർ ഈ പാതയിലൂടെയാണ് ഗ്യാസ് കയറ്റി അയക്കുന്നത്. ഇതിന്റെ പ്രധാന ഉപഭോക്താവും ഇന്ത്യയാണ്. ഹോർമുസ് അടഞ്ഞാൽ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനവും പാചകവാതക വിതരണവും അവതാളത്തിലാകും. യുദ്ധകാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പദവി സ്വർണം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഓഹരി വിപണികളിലെ തകർച്ചയിൽ നിന്നും രക്ഷ നേടാൻ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ ഉയർന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $145 വർദ്ധിച്ച് $5,376 എത്തിയിരിക്കുന്നു. സ്വർണത്തിന് പുറമെ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്ന നോർത്ത്രോപ്പ് ഗ്രൂമൺ, ലോക്ക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയ പ്രതിരോധ ഓഹരികളും ലാഭമുണ്ടാക്കുന്നുണ്ട്. യുദ്ധമുറുക്കുമ്പോൾ ആയുധ നിർമ്മാതാക്കളുടെ ലാഭം കൂടുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ഇത്തരം ഓഹരികളിൽ പണം മുടക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ പെടുന്ന ഓരോ ബോംബും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരന്റെ കീശയെ ബാധിക്കും. എണ്ണവില ബാരലിന് $100 മുകളിൽ പോയാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരും. ഇത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഓഹരി വിപണിയിൽ ഇടിയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. ഇറാനിലൊരു ഭരണമാറ്റം അമേരിക്ക ലക്ഷ്യംവെക്കുന്നുണ്ടെങ്കിലും അതിനായി ലോകം നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. വൈദ്യുതി ഉൽപാദനം കുറയുന്നതും പണമിടപാടുകളും ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കും. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം തകർത്തത് ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ പാമ്പിന്റെ തലയറുത്തു എന്ന അമേരിക്കയുടെ അവകാശവാദം ഇറാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും നിർണായകമാണ്. ഹിസ്ബുള്ളയെ പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിലുടനീളം അമേരിക്കൻ ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ മുതിർന്നേക്കാം. ലെബനൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയുടെ ഓരോ നീക്കവും രാജ്യത്തെ ഇസ്രയേൽ ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. ഈ രാഷ്ട്രീയ അസ്ഥിരത ലെബനനെ പോലുള്ള രാജ്യങ്ങളെ തകർക്കാനും ജനങ്ങളുടെ കൂട്ടപലായനത്തിന് കാരണമാകാനും ഇടയാക്കുന്നു. ലോകം ഇന്നൊരു വഴിത്തിരിവിലാണ്. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക ഭദ്രതയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എണ്ണവില $100 കടന്നാൽ അത് ആഗോള മാന്ദ്യത്തിന് വഴിവെച്ചേക്കാം. യുദ്ധം ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക മുറിവുകൾ ഉണങ്ങാൻ വർഷങ്ങൾ വേണ്ടിവരും. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ലോകം അത്യധികം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്.